പാഷൻ ഫ്രൂട്ട് 1 കിലോ 200 രൂപ. റീറ്റെയിൽ ഫ്രൂട്ട്സ് കടയിലത്തെ വിലയാണ് പറഞ്ഞത് 200 രൂപ. അപ്പം നിങ്ങൾക്കൊക്കെ ഇത് ആവശ്യമുണ്ടെങ്കിൽ വല്ല കൃഷിക്കാരുടെ വീടുകളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 150 രൂപ അല്ലെങ്കിൽ 160 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് ഇഷ്ടം പോലെ കിട്ടും. അപ്പം ഇത് കൃഷി ചെയ്യാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾ ഇന്ന് മിക്കവാറും ആൾക്കാർ പറയും, ചേട്ടാ ഞങ്ങൾക്കൊന്നും ഭൂമിയില്ല, 10 സെൻറ്റ് ഉള്ളൂ. 10 സെൻറ്റ് ഉള്ളവന് വീടിൻ്റെ മുറ്റത്ത് കാർ ഇടാനായിട്ട് സ്ഥലം ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ ഒരു 2 അടിക്ക് സ്ഥലം ഉണ്ടെങ്കിൽ 2 അടി ചതുരനായിട്ട് ഒരു കുഴി അങ്ങോട്ട് വെട്ടാം. 1 അടി താഴ്ച അല്ലെങ്കിൽ 1.5 അടി താഴ്ച. അതിൽ കുറച്ച് ഒരു 50 രൂപയ്ക്ക് 100 രൂപയ്ക്കുള്ള വളം വാങ്ങിച്ചു കൊണ്ടിടുക. അതിനുശേഷം അത് കുഴി അങ്ങോട്ട് മൂടുക. എന്നെപ്പോലുള്ള കൃഷിക്കാരുടെ വീടുകളിൽ പോയിട്ടുണ്ടെങ്കിൽ പാഷൻ ഫ്രൂട്ടിൻ്റെ തൈ ഫ്രീ ആയിട്ട് കിട്ടും, ഒരു പൈസയും കൊടുക്കണ്ട. അല്ല നിങ്ങൾക്ക് ഇങ്ങോട്ടൊക്കെ വരാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരൊക്കെ ആണെങ്കിൽ നേരെ നഴ്സറികളിൽ പോയിട്ടുണ്ടെങ്കിൽ 15 രൂപ 20 രൂപ ഒരു തൈക്ക്. അപ്പോൾ ഒരു 2 തയ്യോ 3 തയ്യോ മേടിക്കുക, കൊണ്ട് കുഴിച്ചിടുക ഈ ഇളകിയ മണ്ണിൻ്റെ മുകളിൽ. ഇപ്പോൾ കുഴിച്ചിട്ടാണെങ്കിൽ ഒരു കപ്പ് വെള്ളം വീതം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ മഴക്കാലത്ത് അവൻ അങ്ങോട്ട് തഴച്ച് വളരും. പിന്നെ ഭൂമിയിൽ നിന്ന് വേണ്ട. ഇത് കണ്ട, ഞാൻ ഈ കയറാണ് കെട്ടിയത് കേട്ടോ, ഒരു കേബിൾ പോലെ കെട്ടിയിട്ടേക്കണ്. അപ്പം നിങ്ങൾക്ക് ഭൂമി ഇല്ലാത്തതുകൊണ്ട് നിങ്ങളുടെ വീടിൻ്റെ പടികൂടിയോ കേബിൾ ടിവിയുടെ കണക്ഷൻ പോയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരുടെയും വീടുകളുടെ മുന്നിലുണ്ടാവും കേബിള്. ഈ കേബിൾ നിങ്ങളുടെ പറമ്പിലായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ മരത്തുമ്മ, അല്ലെങ്കിൽ തെങ്ങോ അടയ്ക്കാരത്തുമ്മയൊക്കെ ഇവർ മരത്തുമ്മ വെച്ച് കെട്ടി വെച്ചിട്ടുണ്ടാവും. അപ്പം നിങ്ങൾക്കും സ്വന്തമാണ്, അതുമ്മയ്ക്കാണ് കയറ്റിയ കേട്ടോ. ഇനി ഭൂമിയൊന്നും വേണ്ട, അതുമൂടെ കയറി പോയിട്ട് ഇഷ്ടം പോലെ പാഷൻ ഫ്രൂട്ട് ആവും. അപ്പം നിങ്ങൾ ആകെ ഒരു കുഴി കുത്താനായിട്ട് അരമണിക്കൂർ ഒരു 50 രൂപയ്ക്ക് വളം മേടിച്ചു, അല്ലെങ്കിൽ 20 രൂപയ്ക്ക് തയ്യും. അപ്പോൾ 70 ഉറുപ്പ്യ ചിലവ്. അടുത്ത വർഷം ഈ റോഡ് സൈഡിൽ കൂടെ കേബിളുമൂടെ പോയിട്ടുള്ള നിങ്ങളുടെ പാഷൻ ഫ്രൂട്ടുമ്പോൾ ഇഷ്ടം പോലെ പാഷൻ ഫ്രൂട്ട് ഉണ്ടാവും കേട്ടോ. ഞാനൊരു കയറ്, പണ്ടൊക്കെ ആലാസ് കയറെന്ന് പറയും, ചകിരി കൊണ്ടുള്ള കയറ്, ഇന്ന് പ്ലാസ്റ്റിക് കണ്ട, എൻ്റെ തെങ്ങമ്മ കെട്ടി, അവിടുന്ന് നേരെ മാവുമ്മ കെട്ടി, പിന്നെ ആദ്യ തെങ്ങമ്മ കെട്ടി. അപ്പോൾ ഈ സെൻറ്ററിൽ ഈ കയറൊന്ന് തൂങ്ങി കിടക്കണം. അപ്പം എൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ മരങ്ങളും സാധനങ്ങളൊക്കെ ഉള്ള കാരണം ഒരു മരം വെട്ടിയിട്ട് ഇത് കുത്തു കൊടുക്കണം. അതാണ് ഇതിൻ്റെ പരിപാടി കണ്ട. അപ്പോൾ അല്പം തൂങ്ങിയിട്ടുണ്ട്. ഞാൻ ഒന്ന് കോണി വെച്ച് കയറി കെട്ടിയാലും മതി. പക്ഷേ ഇവിടെ മരച്ചില്ല, മരത്തിൻ്റെ കൊമ്പ് ഉള്ളതുകൊണ്ട് അത് കുഴിച്ചിട്ടേക്കണം കണ്ടോ. ഇതാണ് മരക്കമ്പ്. മരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജാതി മരം വെട്ടിയിട്ട് കെടുപ്പുണ്ടാവുന്നു, അത് കുഴിച്ചിടണം കണ്ടോ. അപ്പോൾ ഒരു 1 അടിക്ക് താഴ്ത്തി അതിൻ്റെ ഈ കമ്പ് മരക്കൊമ്പ് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കടയ്ക്ക് ഓരോ കല്ല് വെച്ചു കണ്ടോ, 2 സൈഡിൽ കല്ല് വെച്ചു. ഇനി അവൻ നല്ല ബലമായിട്ടുണ്ട്. ഇനി അല്പം മണ്ണങ്ങോട്ട് വെട്ടിയിട്ട് കൊടുക്കണം. അപ്പോൾ കല്ലിനെ അടിച്ച് താഴ്ത്തി ഇനി മണ്ണും കൂടി വെട്ടിയിട്ട് കഴിഞ്ഞാണെങ്കിൽ സാധനം റെഡിയായി. അപ്പോൾ ഇത് കൃഷി ചെയ്യാനായിട്ട്, അപ്പോൾ ഭൂമിയുള്ളവർക്കാണെങ്കിൽ കാട് പടലങ്ങളൊക്കെ ഉണ്ടായാലൊന്നും ഇവന് പ്രശ്നമില്ല. കാരണം ഇതുപോലെ കണ്ട, ഈ കട നിൽക്കുന്ന സ്ഥലത്ത് 1 അടി 2 അടി സ്ഥലത്ത് നമ്മൾ മണ്ണ് ക്ലിയർ ആക്കി ഇടുക, അവിടെയൊക്കെ വളങ്ങൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ താഴെ ചെറിയൊരു പച്ച പുല്ല് പോലെ നിൽക്കുന്ന സാധനമാണ് മധുരം കിഴങ്ങ് കണ്ടോ, അതിൻ്റെ മുകളിലാണിത്. അപ്പം നിങ്ങൾക്ക് കാറ് ഒക്കെ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഭൂമി ഇല്ലാത്തവനും ഇങ്ങനെ ഒരു കയറ് കെട്ടിയാൽ മതി കണ്ടോ. അല്ലാണ്ട് ഇതിന് പന്തലൊന്നും ഇടണ്ട. നിങ്ങൾക്ക് ഇനി പൈസ കൊടുത്ത് ചിലവാക്കാന്നുണ്ടെങ്കിൽ പന്തലിട്ടോ. അപ്പം ഞാനൊന്നും പന്തൽ കെട്ടണില്ല, വെറുതെ ഒരറ്റത്ത് നിന്ന് അങ്ങോട്ട് ഞാനും കളിയെന്ന് പറയും. അപ്പം കണ്ടോ. അപ്പം ഇനി കയറൊക്കെ മേടിക്കാൻ കാശില്ലാന്നുണ്ടെങ്കിൽ റോഡ് സൈഡിലൊക്കെ ഈ കേബിൾ ടി വിക്കാർ വയറൊക്കെ വെറുതെ കളഞ്ഞേക്കാണ്, അത് എടുത്തുകൊണ്ട് കെട്ടാം. അല്ലെങ്കിൽ വാഴവള്ളി മേടിച്ച്, വാഴവള്ളി ആകുമ്പോൾ ഇത്തിരി നല്ല ബലത്തിൽ 2-3 ചുറ്റിട്ട് കെട്ടണം, അല്ലെങ്കിൽ പൊട്ടി വീഴും കണ്ടോ. ഇതപ്പം ഞാൻ ഇവിടെ ഒരു കുടുക്കിട്ടിട്ട് ഈ കയറ് കെട്ടി ഇതൊന്ന് പൊന്തിച്ച് കെട്ടണം. അപ്പോൾ ഇതൊരു 6 അടി 5 അടി ഉയരത്തിലാണ് നിൽക്കുന്നത്. എന്നാലും വള്ളികളൊക്കെ ഒന്നുകൂടി പൊക്കി കെട്ടാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇവിടെ ഒരു 2-3 കട, പിന്നെ അങ്ങോട്ട് ഒരു 2 കടയൊക്കെ നിൽപ്പുണ്ട്. എല്ലാത്തിൻ്റെ വള്ളികൾ കണ്ട ഒരു കയറമ്മയാണ് കെട്ടി ഇട്ടത്. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ അടികൂടെയൊക്കെ സഞ്ചരിക്കാൻ, നടക്കാം, പന്തലിടണ്ട. ഇനി പുല്ല് കാട് എന്ത് വന്നാലും പാഷൻ ഫ്രൂട്ടിന് പ്രശ്നമില്ല. കാരണം അവൻ 5-6 അടി ഉയരത്തിൽ നിൽക്കുന്നത് കണ്ടോ. ഞാൻ ഒന്നും കൂടി പൊക്കി കെട്ടണം. അപ്പോൾ ഒരു 8 അടി കണ്ടില്ലേ. ഞാൻ ഒരു 6 അടി ഉയരം,
ഒരു 3 അടി കണ്ടോ, ഒരു 9-10 അടി ഉണ്ട് കണ്ടില്ലേ. അപ്പം ഇനി അവിടെ ഒന്ന് കൊളുത്തി വെച്ചിട്ടുള്ളൂ, ഇനി ഒന്ന് കയറിയിട്ട് കെട്ടണം. അപ്പോൾ സബിത അങ്ങോട്ട് തിരിയുമ്പോൾ നമ്മൾ വേഗം ചാടി കയറും, ഇല്ലെങ്കിൽ അവൾ സമ്മതിക്കില്ല, ഇതുപോലെ മരത്തമ്മയൊന്നും കയറാൻ പറ്റില്ല എന്ന് പറയും. നമ്മളുടെ പറമ്പിൽ മയിൽ വന്നേക്കണമെന്നോ അല്ലെങ്കിൽ കാക്ക വന്നേക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കും, അപ്പം നമ്മളിവിടെ കയറും കണ്ടോ. അപ്പം നിങ്ങളൊക്കെ ഇത് സൂക്ഷിച്ച് കയറണം. കയറാൻ അറിയാത്തവർ കയറണ്ട, കോണി വെച്ച് കയറാം. അപ്പം കണ്ടോ, ഞാൻ ഒരു കേബിൾ ലൈൻ വലിച്ചാണ പോലെ കണ്ടോ, ഒരു പോസ്റ്റുമെന്ന് മറ്റേ പോസ്റ്റ്. അതുപോലെയാണ് ഈ തെങ്ങുമെന്ന് വേറൊരു തെങ്ങുമ്മ മാവുമ്മയൊക്കെ വെച്ച് കെട്ടിയേക്കണം. അപ്പോൾ സെൻറ്ററിൽ നിന്ന് താഴ്ന്നപ്പോൾ ഇവിടെ മരം ഉള്ളതുകൊണ്ട് അതും വെച്ച് കെട്ടണം. ഉണങ്ങിയ മരം കണ്ടില്ലേ, ജാതിയുടെ മരം ഉണങ്ങിയതാണ്. അപ്പോൾ ഇങ്ങനെ കെട്ടിയതിന് ഇത്തിരി ഹൈറ്റ് കിട്ടും, ഈ വള്ളികളൊക്കെ തൂങ്ങി കിടക്കും, അപ്പോൾ കൂടുതൽ പാഷൻ കിട്ടും. അപ്പോൾ ഇത് വളരെ ലാഭമുള്ളൊരു കൃഷിയാണ്. നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, 2 അടി സ്ഥലം അവിടെ മാത്രം ക്ലീൻ ചെയ്യുക. പിന്നെ കണ്ടില്ലേ ആ വള്ളിമട അങ്ങോട്ട് പോകട്ടെ, ഒന്നും അറിയണ്ട. ഇന്ന് തൈ നട്ടാൽ ഒരു 6 മാസത്തിനുള്ളിൽ ഇതുമ്പോൾ ഫ്രൂട്ട്സ് ഉണ്ടായി കിട്ടും. അപ്പോൾ 1 കിലോയ്ക്കാണ് 200 രൂപ. അപ്പോൾ കൃഷിക്കാരത് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞെട്ടിപ്പോകും. കാരണം അവൻ്റെ തോട്ടത്തിൽ നിന്ന് പൊട്ടിച്ച് പറിച്ച് തിന്നുമ്പോൾ ഇതിൻ്റെ വില അറിയില്ല. അപ്പം ഞാൻ 2-3 വർഷം മുമ്പ് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, അതൊക്കെ വെട്ടിക്കളഞ്ഞു, ഇഷ്ടം പോലെ ആയിരുന്നു. ഇപ്പോൾ വീണ്ടും എൻ്റെ മകനുണ്ട് ഡിസയർ, അവന് വളരെ ഇഷ്ടപ്പെട്ട സാധനമാണ് ഈ പാഷൻ ഫ്രൂട്ട്. അതുപോലെ തന്നെ എൻ്റെ മകളുണ്ട് കല്യാണം കഴിച്ചത്, ജോബ് കൊള്ളന്നൂർ എറണാകുളത്ത് സംഗീത ബാങ്ക്, അവർക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇതൊന്ന് കൃഷി ചെയ്ത് കളയാം. പിന്നെ അതുപോലെ എൻ്റെ മരുമകളുണ്ട് അന്നയ്ക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമാണ് പാഷൻ ഫ്രൂട്ട്. അപ്പോൾ ഇത് അന്നയും ഡിസയറും കൂടിയിട്ട് ചാലക്കുടി നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്നാണ്. നല്ല അടിപൊളി വയലറ്റ് കളറ് പാഷൻ ഫ്രൂട്ട്. ഒരു 10 എണ്ണം കൊണ്ടുവന്നായിരുന്നു, അതിൽ 6 എണ്ണം പിടിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ നമ്മൾ ജൈവവളം മാത്രമാണ്, ചാണകം കണ്ടില്ലേ, നല്ല ഉണങ്ങിയ ചാണകം കൂടി ഇട്ട് കൊടുക്കണം. അപ്പം നിങ്ങൾ കടയ്ക്ക് തന്നെ ഇടണോണ്ട് കുഴപ്പമില്ല, എത്ര വേണമെങ്കിലും കടയ്ക്ക് വേണമെങ്കിൽ കുമ്പാരം കൂട്ടിയിട്ട് ചാണട്ടോ അതൊന്നും കുഴപ്പമില്ല. അപ്പം നനച്ചു കൊടുക്കണം എന്നുള്ളൂ, 1.5 നനച്ചു കൊടുക്കണം, ഉണങ്ങാൻ പാടില്ല. അപ്പം ഞാൻ അങ്ങനെ നനയ്ക്കാറൊന്നുമില്ല. ഇത് കണ്ടില്ല എൻ്റെ ഭൂമിയൊക്കെ കാട് പിടിച്ച് കിടക്കണം. എനിക്കങ്ങനെ കുറേ സമയമൊന്നുമില്ല, കാലത്ത് ഒരു 2 മണിക്കൂർ സമയമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ചെയ്യണ ജോലികളാണിത് കണ്ടില്ലേ. അപ്പോൾ നമ്മൾ ഉണക്ക ചാണകക്കടെ ചിക്കി മാന്തിയിട്ടേക്കണം. അപ്പോൾ ഇതിൻ്റെ കട മാത്രം ഒരു 2-3 അടിക്ക് ഞാൻ ക്ലിയർ ആക്കിയിട്ടു. ബാക്കിയുള്ള കണ്ടോ അവിടെ മോളിക്കോടെയാണ് ഇതിൻ്റെ സഞ്ചാരം. അപ്പം നിങ്ങൾക്ക് ഇതൊന്നും കൃഷി ചെയ്യാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടില്ല. 10 പൈസ മുതൽ മുടക്കില്ല, അതുപോലെ തന്നെ ഭൂമി ആവശ്യമില്ല. ഇനി നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് ടൈലൊക്കെ വിരിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഇതുപോലെ കൃഷി ചെയ്താൽ മതി. കണ്ടോ എൻ്റെ നാട്ടുമാവ് നോക്കിയാൽ മാങ്ങ തൂങ്ങി കിടക്കണുണ്ടോ, അതിൻ്റെ അരിത്തോടെ കയറ് കെട്ടി ഇട്ടേക്കണം. കണ്ടോ ഇഷ്ടം പോലെ പൂക്കളുണ്ടോ, ഇതൊക്കെ പൂക്കളുണ്ടോ, തലയ്ക്ക് മുകളിൽ ഈ മാങ്ങയുടെ ഇപ്പം തന്നെ പൂക്കളൊക്കെ നിൽക്കണോ, ഇഷ്ടം പോലെയാണ് പൂക്കൾ. അപ്പോൾ ഒരു തൈ നട്ട് കഴിഞ്ഞാലേ, മാങ്ങയല്ല ഇത് മാങ്ങയാണ്, പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു തൈ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു 10,000 രൂപയ്ക്കുള്ള കായ കിട്ടും. 1 കിലോയ്ക്ക് 200 രൂപ, 50 കിലോ കിട്ടിയാലോ 10,000 രൂപ. അപ്പം ചിന്തിക്കാൻ പറ്റില്ല, അത്രയ്ക്കും നല്ലൊരു സാധനം. കണ്ടില്ലേ പൂക്കൾ നോക്കിയാൽ വിരിഞ്ഞുകൊണ്ടിരിക്കണുള്ളൂ. അപ്പം ഇത്തിരി ഉയരത്തിലായാലും എനിക്ക് നിങ്ങളെ പൂവിൻ്റെ ഉൾവശം ഒന്നും കാണിച്ചു തരാൻ പറ്റില്ല. അപ്പം നിങ്ങളെല്ലാവരും കൃഷി ചെയ്യുക. കണ്ടോ ഇതുപോലെ കേബിൾ ടി വിക്കാരെ ലൈൻ പോയിട്ടുണ്ടാവും, അത് മൈക്കാണ്ട് കൊടുത്താൽ മതി. ഇഷ്ടം പോലെ മാങ്ങാണ്ടില്ലേ. ഈ വൻ മാവിലെ ഒരു 100 വർഷത്തെ പഴക്കമാണ്. ഒരു 25,000-50,000 രൂപയ്ക്കുള്ള മാങ്ങ വെച്ച് കിട്ടും. കഴിഞ്ഞ ഇന്നത്തെ പണി നിർത്തിക്കൊള്ളാനാണ് പറയുന്നത്. സബിത എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ പാഷൻ ഫ്രൂട്ടിൻ്റെ ഇന്നത്തെ പണികളൊക്കെ കഴിഞ്ഞു, ഞാനും പോകാനായിട്ട് തയ്യാറെടുക്കണം. ഇതിനൊക്കെ സ്പ്രിങ്ക്ലർ ലൈൻ കൊടുത്തേക്കണം കണ്ടില്ലേ. നമ്മൾ നനയ്ക്കുകയാണെങ്കിൽ ഇത് ഇടയ്ക്കിട്ട് വന്ന് നനയ്ക്കേണ്ടി വരും, അതുകൊണ്ട് സ്പ്രിങ്ക്ലർ വെച്ച് കൊടുത്തേക്കണം. കണ്ടോ തെങ്ങമ്മയും മാവമ്മയൊക്കെ വെച്ച് കെട്ടിയേക്കണം.
അപ്പോൾ നിങ്ങൾക്ക് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ